നോക്കണ്ട എല്ലാ അടുക്കളയിലും ദാ ഇതുമാതിരി അഴുക്ക് പിടിച്ച ജാറുകൾ ഉണ്ടാകും, ഉറപ്പായ കാര്യമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നുള്ള ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, ഇറ്റ്സ് മൈ ഡ്രീംസിലോട്ട് എല്ലാവർക്കും സ്വാഗതമാണ് കേട്ടോ. ഇതാരും നാണക്കേടും കാര്യങ്ങളൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. വീടാണ് ഇങ്ങനെയൊക്കെ സുലഭമായിട്ടുള്ള നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് സംഭവം. ഞാനിത് നാട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഈ ഒരു സംഭവം ദാ ഇങ്ങനെ ആക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്? അപ്പോൾ ഞാൻ വെച്ചാൽ എന്തായാലും എനിക്ക് ക്ലീൻ ചെയ്യണം, ഒരു വീഡിയോ അതിൽ കൂടെ കിടക്കട്ടെ, കാണുന്നവരൊക്കെ ഒന്ന് കണ്ടോട്ടേ എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇതിൽ വെറും നമുക്ക് ആവശ്യം 2-3 കാര്യങ്ങൾ. അതിൽ വേണ്ട ഒരു സാധനം നമ്മൾ ഉപയോഗിച്ച് കളഞ്ഞ സാധനമായിട്ട് നല്ലപോലെ കഴുകിയിട്ടൊക്കെ കൊണ്ടുവരാം കേട്ടോ. ഇത് നല്ലപോലെ ഈ ഒരു അറ്റം നല്ലപോലെ ഒന്ന് ചൂടാക്കാം. ഞാൻ ഈ ഒരു അറ്റം നല്ലപോലെ ചൂടാക്കിയിട്ട് നൈസായിട്ട് ഇങ്ങനെ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിക്ക് നമ്മുടെ ഈ മിക്സിയുടെ ജാറിൻ്റെ ഇടയിലൊക്കെ നല്ല രീതിക്ക് കഴുകാനായിട്ട് പറ്റും. ഒരു സ്ക്രബ്ബറിൻ്റെയോ ഒന്നിൻ്റെയോ ആവശ്യമില്ല. നമ്മൾ പറയില്ലേ, നമ്മുടെ കൈ ചെല്ലാത്തടത്തും നമ്മൾ സ്ക്രബ്ബർ ചെല്ലാത്തടത്തുമൊക്കെ ഇവൻ്റെ നാരുകൾ അങ്ങ് എത്തിക്കോളും. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഒന്നോളം നമുക്ക് ആദ്യം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് നിങ്ങളുടെ കയ്യിൽ കല്ലുപ്പാണുള്ളതെങ്കിൽ അതിട്ടോ. എൻ്റെ കയ്യിൽ നോർമൽ ഉപ്പ് മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് ഞാൻ അതാണ് ഇട്ട് കൊടുത്തത്. എല്ലാ ഭാഗത്തും ഉപ്പുകൾ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അഴുക്ക് കൂടുതലുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ ഉപ്പിടാനായിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ മെയിൻ താരമായിട്ടുള്ള നമ്മുടെ ഇനോയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഫ്ലേവർ നോക്കിയതൊന്നുമല്ല കേട്ടോ. ആ കടയിൽ ഈ സാധനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഫ്ലേവറിലല്ലല്ലോ കാര്യം, നമ്മുടെ കാര്യത്തിലല്ലേ കാര്യം. അപ്പോൾ അതേ നോക്കിക്കുക, ഞാൻ ഒരെണ്ണം 10 രൂപയുടെ ഒരു ഇനം ഉപയോഗിച്ച് 2 ജാറ് ഞാൻ കഴുകുന്നുണ്ട്. അപ്പം നോക്കിയിടുക കേട്ടോ. നമ്മുടെ അഴുക്ക് കൂടുതലുള്ളിടത്തൊക്കെ എല്ലാ രീതിക്കും എത്തുന്ന രീതിയിൽ വേണം നമ്മൾ ഇടാനായിട്ട്. പിന്നെ എല്ലാ വീടുകളിലും ഉണ്ടാകും ഒരു ഡിഷ് വാഷർ ലിക്വിഡും കൂടെ ചേർത്ത്. ഇനി ലിക്വിഡ് ഇല്ല എൻ്റെ ചേച്ചിയെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരല്പം സർഫ് എടുത്തോ, കുഴപ്പമൊന്നുമില്ല, നമ്മൾ നല്ല രീതിയിൽ കഴുകി എടുക്കുന്നതല്ലേ. പിന്നെ മെയിനായിട്ടുള്ള സാധനം നല്ല ചൂടുവെള്ളം കേട്ടോ. നല്ല തിളയ്ക്കുന്ന ചൂടുവെള്ളമൊന്നും എടുത്ത് വീത്തണ്ട, അത്യാവശ്യം ചൂടുവെള്ളം, അല്ലെങ്കിൽ നമ്മൾ അതൊക്കെ ഉരുവി പോകാനുള്ള ചാൻസ് ഉണ്ട്. ദേ നോക്കിക്കേ, പെപ്സി പോലും ഇത്രയ്ക്ക് പൊങ്ങത്തില്ല. ആരെ വാ, എന്താ അല്ലേ, കാണാൻ തന്നെ വല്ലാത്തൊരു ഭംഗി. കളഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ആ കുറച്ച് ഭാഗങ്ങളിലൊക്കെ നല്ലപോലെ അഴുക്കുണ്ടാവും. നിങ്ങൾ കാണുന്നുണ്ടോ, ഈ ഭാഗങ്ങളിലൊക്കെ നല്ല രീതിക്ക് അഴുക്കുണ്ടാവും. ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ അതിൻ്റെ അഴുക്കൊക്കെ പൊക്കോളും. ഇതിങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ഒരു അരമണിക്കൂർ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ജോലി ഉണ്ടോ, പോയി ചെയ്തോളൂ. അപ്പോൾ നോക്കിയോ, ഞാൻ ഒരു അരമണിക്കൂർ ഇത് ഇട്ടിട്ട് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നിങ്ങൾക്ക് കാണുമ്പോൾ ഇതിൻ്റെ അഴുക്കൊക്കെ ചെറുതായിട്ടൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ബ്രഷിൻ്റെ ഉപയോഗം ഇവിടെയാണ് മക്കളെ വരുന്നത്. നല്ലപോലെ ജസ്റ്റ് ആദ്യം ഒന്ന് ഇതാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ വെള്ളം നമുക്ക് കളഞ്ഞിട്ട് ഒരല്പം ലിക്വിഡ്, അത് നമ്മുടെ ഡിഷ് വാഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതൊക്കെ നല്ല മാതിരി കുതിർന്നിരിപ്പുണ്ടാവും. ഇതിൻ്റെ അഴുക്ക് നമ്മൾ ബ്രഷ് ചെല്ലാൻ വേണ്ടി കാത്തിരിപ്പുണ്ടായിരിക്കും. ദാന്ന് പറയുന്ന മുമ്പേ ഇത് ഇളകി ഇങ്ങ് പോരും കേട്ടോ. ഞാൻ പിന്നെ പിടിച്ച് വെച്ച് അതിൻ്റെ ഇടയിൽ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ ബ്രഷിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ബ്രഷിനെ ചെറുതായിട്ടൊന്ന് ചരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇവൻ എല്ലാ ജോലിയും ഒറ്റയ്ക്ക് അങ്ങ് എടുത്തോളും, നമുക്കൊരു പാടുമില്ല. അപ്പോൾ നല്ലപോലെ ഞാൻ അത് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെ എൻ്റെ മറ്റേ ജാറും ഞാനൊന്ന് കഴുകി കൊണ്ടുവന്നോട്ടെ കേട്ടോ. അതിലും അത്യാവശ്യം, രണ്ടിലും അത്യാവശ്യം നല്ല അഴുക്കുണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിക്ക് അഴുക്കും ഉണ്ടായിരുന്നു. ഞാൻ കാരണം ഇത് ഉപയോഗിക്കാൻ നമ്മൾ വെക്കുന്നതല്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ പറ്റി നല്ല അഴുക്കുണ്ടാവും. 2 ജാറും ലിക്വിഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് കഴുകി കൊണ്ടുവന്നത്. ഇപ്പോൾ നോക്കിക്കോ, നമ്മൾ 2 ജാറും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇനോ ഇല്ലയെന്ന് വെച്ചോ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ അതുണ്ടാവും. പിന്നെ ഇനി അതും ഇല്ലയെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. കുറച്ചും കൂടെ അതിൻ്റെ കെമിക്കൽ ആക്ടിവിറ്റി എന്നൊക്കെ പറയില്ലേ, അത് ഇപ്പോൾ നോക്കിക്കേ, ഇത് ഇങ്ങനെ ഇരുന്ന 2 ജാറുകളെയാണ് നമ്മൾ വെറും 10 രൂപയുടെ സാധനം കൊണ്ട് ദേ ഇങ്ങനെ ആക്കി എടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലൈക്ക് അടിക്കാനും സബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്.